കൊല്ലം മധുര പാസഞ്ചർ ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തി. ഉദ്ദേശം 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുഞ്ഞിനെയാണ് ട്രെയിനിൽ കണ്ടെത്തിയത്. തിങ്കൾ രാവിലെ 11 മണിക്കാണ് ഉപേക്ഷിക്കുന്ന നിലയിൽ മറ്റ് യാത്രക്കാർ കണ്ടത്. യാത്രക്കാർ റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ രക്ഷിതാക്കളെ പോലീസ് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഒരു തമിഴ്നാട് സ്ത്രീയെ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നതായും കൊല്ലത്തെത്തിയപ്പോൾ കുട്ടി ഒറ്റയ്ക്കായിരുന്നുവെന്നും മറ്റ് യാത്രക്കാർ പോലീസിനോട് പറഞ്ഞു. കുട്ടിയെ ആരും അന്വേഷിച്ചു വരാത്തതിനെ തുടർന്ന് പോലീസ് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കി. സമിതി അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ താൽക്കാലിക സംരക്ഷണത്തിനായി തിരുവനന്തപുരത്തെ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ദത്തു കേന്ദ്രത്തിലേക്ക് മാറ്റി. തമിഴ്നാട്ടിൽ നിന്നും വന്നതാകാമെന്നാണ് അധികൃതർ പറയുന്നത്. രാവിലെ മധുര പാസഞ്ചർ ട്രെയിനിൽ നിന്നാണ് ഈ കുട്ടിയെ റെയിൽവേ പോലീസ് ഈ സ്ഥാപനത്തിലെത്തിക്കുകയും ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഈ കുട്ടിയെ ഇവിടെ നമ്മുടെ ഇതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിൽ കുട്ടിയെ ഹാജരാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയെ ജുവനൈൽ ഹോം സൂപ്രണ്ടിനോട് ഈ കുട്ടിയെ തിരുവനന്തപുരത്തുള്ള ചൈൽഡ് വെൽഫെയർ കൗൺസിലിൻ്റെ ഓഫീസിൽ എത്തിച്ച് ഈ കുട്ടിയുടെ തുടർന്നുള്ള സംരക്ഷണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ന്യൂസ് ബ്യൂറോ, കൊല്ലം.